നമസ്കാരം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട് എന്നാണ് വൈപ്പ്. ആ 3.5 കോടി ജനങ്ങളിൽ വോട്ടർമാർ, ഇപ്പോൾ കേരളത്തിലെ വോട്ടർമാർ കുറച്ച് പേരാണ്, ബാക്കിയുള്ളവർ കുറച്ച് പേര് പുറത്തേക്ക് പോയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുറച്ച് കുട്ടികളുമുണ്ട്. നമുക്ക് ഈ വോട്ടർമാരെ എടുക്കാം. അവർ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അതിനു മുമ്പുള്ള പിണറായി സർക്കാരിനെ പിടിച്ച് പുറത്തിട്ടത്. ശരി, അപ്പോൾ ഈ 3.5 കോടിയിൽ ഇത്രയധികം ജനങ്ങളിവിടെ ഉള്ളപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം. കേരളത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ, അതായത് കുറെ കള്ളന്മാരുണ്ട്. ആ കള്ളന്മാർക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വകുപ്പും ആ വകുപ്പിന് ഒരു മന്ത്രിയുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അവർക്ക് കേരളത്തിലെമ്പാട് ഓഫീസുകളുണ്ട്, ധാരാളം ഒരുപാട് ഉദ്യോഗസ്ഥരുമുണ്ട്. ഏറ്റവും അധികം കൂടുതൽ ശമ്പളം വാങ്ങുന്നത് ഈ കൊള്ളക്കാരാണ് നമ്മുടെ കേരളത്തിൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു പക്ഷെ വന്നിട്ടുണ്ടാവും, ഇത്രയധികം കൊള്ളയടിക്കാൻ ഒരു വകുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ. നമ്മുടെ പണം, ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നത് കൊള്ളക്കാരെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടി? കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഒരുപോലെ പിഴിഞ്ഞൂറ്റാൻ ഒരു വകുപ്പുണ്ടെന്ന് പറഞ്ഞാൽ, അതിൽ ഒരു മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ രസകരമായ വസ്തു ഒരൊറ്റ കമ്പനിയാണ്, ഒരേ ഒരു കമ്പനിക്കാണ് ഒരു മന്ത്രി വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കമ്പനിയും ഇല്ല അതിനകത്ത്. കേരളത്തിൽ ഒരൊറ്റ കമ്പനിക്ക് ഒരു മന്ത്രി വെച്ചിട്ടുണ്ട്, KSEB ലിമിറ്റഡ്. അതിനെ കേരളത്തിലെ ജനങ്ങൾ ചോര നീരാക്കി അധ്വാനിക്കുന്ന പണം ഈ കൊള്ള സംഘത്തിന് കൃത്യമായി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടായസത്തിലൂടെ വീട്ടുകളിലെ ഫ്യൂസ് ഊരി ഇരുട്ടിലാക്കാൻ അവർ നോക്കൂലേ? ഇവരൊന്നും ഊരുന്നില്ലേ, ചെയ്യുന്നില്ലേ? കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വന്നിട്ടുള്ള വൻകിടക്കാരുണ്ടല്ലോ മുതലാളിമാര്, അവരിവർ തൊടൂല. ഇവർ സാധാരണക്കാരെ നെഞ്ചത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ KSEB കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. KSEB എന്ന വെള്ളാനയെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ 2 മാസമായി ഇവിടെ നടക്കുന്നത് കേരളം അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചൂട്. ഇത്തവണ ബില്ല് വന്നപ്പോൾ, ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബില്ല് വളരെ വലിയ ബില്ലായിരിക്കും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച ബില്ലല്ല നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഞാൻ പല KSEB ഉന്നത ഉദ്യോഗസ്ഥരും വിളിച്ച് സംസാരിച്ചു. അവർക്കെല്ലാവർക്കും വസ്തുത മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ വയ്യ. കാരണം കൊള്ളയുടെ ഭാഗമാണ് അവരും. കഴിഞ്ഞ 2 മാസം നമുക്ക് കിട്ടിയിട്ടുള്ള വൈദ്യുതിയുടെ അളവ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അതായത് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നല്ല ബിരിയാണി, അത് വെജിറ്റബിളോ ചിക്കനോ മട്ടനോ ബീഫോ എന്തോ ആയിക്കോട്ടെ, ഏതായാലും അടിപൊളി നല്ല മണമുള്ള ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു, തുറന്നങ്ങോട്ട് വെച്ചു. അതിന്റെ മണം ആ വീട് മുഴുവൻ നിങ്ങോട്ട് നിറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിയില്ല, ബിരിയാണി നിങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഈ മണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, പക്ഷെ ബിരിയാണീൻ്റെ പൈസ നിങ്ങൾ വാങ്ങി എന്ന് പറയുന്നത് പോലെയാ. വൈദ്യുതി ഉണ്ടായിരുന്നു, നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു. ആ കറണ്ടിന് മതിയായ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് ഫാൻ വർക്ക് ചെയ്തില്ല, മിക്സി വർക്ക് ചെയ്തില്ല, AC വർക്ക് ചെയ്തില്ല, ഒരു പിണ്ണാക്കും വർക്ക് ചെയ്തില്ല. പക്ഷെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഒരു ഭാരമുള്ള ഒരു ലോഡ് വലിച്ചുകൊണ്ട്, ഒരു കൈവണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന പോലെ, വയറ് വിശന്ന് കുടല് കത്തി നിൽക്കുന്ന സമയത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത് കയറി പോവോ? കയറൂലെന്നേ. കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണ്ടേ? അത് കിട്ടാനില്ല. അതേസമയം നല്ല വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് പള്ളാറച്ചങ്ങടെ കയറ്റി അതിനുശേഷം ഇത് വലിച്ചുകൊണ്ട് വരണമെങ്കിൽ കൂളായിട്ട് അത് കയറി പോകില്ലേ? എന്നതുപോലെ കൃത്യമായ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് കുറയുകയും ചെയ്തേനെ, നമ്മൾ ഉപയോഗം കാര്യങ്ങൾ നടന്നേനെ. മാത്രമല്ല, ഇനി അഥവാ കൂടിക്കഴിഞ്ഞാലും കൃത്യമായി കാര്യങ്ങൾ നടന്നേനെ. നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിന്റെ ബില്ലാണ് നമ്മൾ അടയ്ക്കുന്നത്. അതായത് ബില്ല് എമൗണ്ട് കറക്റ്റാ, ഉപയോഗിച്ച യൂണിറ്റും കറക്റ്റാ, പക്ഷെ നമുക്കത് ഉപയോഗത്തിൽ വന്നില്ല. വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് മുക്കി മൂളി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ശ്രമിച്ചതിനൊക്കെ ബില്ലടയ്ക്കേണ്ടി വന്നു. എന്താ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? നമുക്ക് ഒരു ഫാന് മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടും, ഉറങ്ങാമായിരുന്നു. ആ സ്ഥാനത്ത് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് 2-3 ഫാൻ വെക്കേണ്ടി വന്നില്ലേ? എന്താ സംഭവം? നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുകയോ കുറയോ? അതായത് KSEB എന്ന് പറഞ്ഞ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ബോധപൂർവം വോൾട്ടേജ് കുറച്ചു വന്നോണം ചിന്തിക്കാൻ. എത്ര ഉപകരണങ്ങളാണ് കേടുവന്ന് പോയത്? അത് ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകൂലേ? അങ്ങനെ എത്ര കേസുകൾ. ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയാം. ഒരു ചെറിയൊരു വീടാണ്, ഒരു 700-750 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി കിട്ടാൻ വേണ്ടിയിട്ട് സോളാർ ഞാൻ ഫിറ്റാക്കിയിട്ടുണ്ട്. അതായത് പകല് നമ്മുടെ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നത് ആ സോളാർ വൈദ്യുതിയാണ്. മോട്ടോർ വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അഥവാ AC ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഉപയോഗിക്കും. മറ്റ് ഫാനുകളായിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, മറ്റെല്ലാ ആവശ്യങ്ങൾക്കും സോളാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇൻവെർട്ടർ ഉണ്ട്. ആ ഇൻവെർട്ടർ ബാറ്ററി റീചാർജ് ചെയ്യാൻ കൂടി നമ്മൾ സോളാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാത്രി മാത്രമേ നമുക്ക് വൈദ്യുതി ഉപയോഗമുള്ളൂ. പിന്നെ വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറ്റാനും. അതിന് സാധാരണഗതിയിൽ വരുന്ന കറണ്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കറണ്ട് ബില്ലാണ്. പക്ഷെ കഴിഞ്ഞ മാസം അതിൻ്റെ 3 ഇരട്ടി ബില്ല് വന്നു. ഉപയോഗിച്ചിട്ടല്ല, ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട്. രാത്രിയൊക്കെ ഫാൻ ഇടാനൊന്ന് ശ്രമിച്ചു. ഫാന് കറങ്ങുന്നുണ്ടെന്ന് പറയാം, പക്ഷെ കാറ്റ് കിട്ടൂല. അതായിരുന്നു അവസ്ഥ. അതായത് എടുക്കാൻ പറ്റാത്ത ലോഡ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധികം ഊർജ്ജം ചെലവാകും. ആ ഒരു സാമാന്യ തത്വം മാത്രം എടുത്താൽ മതി. അങ്ങനെയാണ് കറണ്ട് ബില്ല് കൊണ്ട് കൂടിയത്. അതായത് ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ പിഴിയാൻ പറ്റുമോ, ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, അതിന് ഗവേഷണം നടത്തി ഗുണ്ടാപ്പുരവ് നടത്തുന്നതിന് വേണ്ടി ഒരു വകുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
നോക്കൂ, ജനങ്ങളെ ഈ രീതിയിൽ പിഴിയുന്നതിന് പിന്നിൽ ഈ മാനേജ്മെന്റിന്റെ നെറികെട്ട പരാജയങ്ങളുടെ കഥകളില്ലേ? ഉമ്മൻചാണ്ടിന്റെ സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് കരാറുണ്ടാക്കിയിരുന്നു. ടാബുവ പവർ ലിമിറ്റഡ്, ജിൻഡാൽ പവർ ലിമിറ്റഡ് ഇവർ രണ്ടിൽ നിന്നൊക്കെ 25 വർഷത്തേക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഒരു പദ്ധതി ഉണ്ട്. ഒരു കരാർ ഉറപ്പിച്ചില്ലേ? വെറും 4 രൂപ 29 പൈസയ്ക്ക് തുച്ഛമായ നിരക്കിൽ അന്ന് ആ കരാർ നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ബില്ല് കുറച്ച് കൊടുത്തൂടെ? എന്നാൽ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ എന്തൊക്കെ ചില പിഴവുകൾ, നിസ്സാര പിഴവുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ട് സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ ലാഭകരമായിട്ടുള്ള കരാറങ്ങ് റദ്ദാക്കി. എന്നിട്ട് 8 രൂപ മുതൽ 12 രൂപ വരെ കൂടിയ വിലയ്ക്ക് വേറെ കരാർ വാങ്ങി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇവരിങ്ങനെ മാറ്റിയത്? സാങ്കേതികത്വം, അതിന്റെ കരാറിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ? അല്ല. ഇവർക്ക് പണം അടിച്ചു മാറ്റണം. ഈ ഉദ്യോഗസ്ഥർക്കും ഇനി രാഷ്ട്രീയക്കാർക്കും എല്ലാം പണം അടിച്ചു മാറ്റണം. കൊള്ളക്കാരാണ്. അങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കരാറുകൾ വരണം. പുതിയ പുതിയ കരാറുകൾ വരുമ്പോൾ കമ്മീഷൻ വരും. ജനങ്ങളുടെ പണമല്ലേ, ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. അവരിപ്പോൾ 4.25 വാങ്ങിയാലും 12 വാങ്ങിയാലും അത് വില കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വാങ്ങിക്കോളും. അവന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് അതോടൊപ്പം ജനങ്ങൾ ഏറ്റു തലയിൽ വെക്കേണ്ടി വന്ന് ചിന്തിക്കണം. ഇതിനെല്ലാം പുറമെയാണ് ടെലിസ്കോപ്പിക് ബില്ലിങ്ങിൽ ഒരു കള്ളക്കളി ഉള്ളത്. KSEBിയുടെ ബില്ലിംഗ് രീതി പരിശോധിച്ചാൽ തന്നെ അവർ കൊള്ളയടിക്കാൻ വേണ്ടി, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് മനസ്സിലാവും. ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാനാണ് ഒരു മന്ത്രി ഉള്ളത്, അതൊരു പെരുംകൊള്ളക്കാരനാണ് എന്ന് മനസ്സിലാവും. അല്ലാണ്ട് ബില്ലിംഗ് രീതി ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി, ഏത് സാധാരണക്കാരനെ തലയെ കൈവച്ചു പോകും. വെറും 1 യൂണിറ്റിന് വ്യത്യാസം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു മാസം വരുന്ന കറണ്ട് ബില്ല് മാത്രം 1440 രൂപയാണ്. അതായത് 200 യൂണിറ്റ് ഉപയോഗിച്ചാൽ 1440 രൂപ. എന്നാൽ 201 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ 1708 രൂപയാവും. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? അതായത് 201 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ 201 യൂണിറ്റിനും 8 രൂപ 50 പൈസ വെച്ച് കൂട്ടും. ഇത് പിടിച്ചുപറിയല്ലാതെ എന്താണ്? 200 യൂണിറ്റ് ഉപയോഗിച്ച ഒരാൾക്ക് 7 രൂപ 20 പൈസയ്ക്ക് കറണ്ട് കിട്ടുമ്പോൾ 201 യൂണിറ്റ് ഉപയോഗിച്ച ഒരാൾക്ക് 8 രൂപ 50 പൈസ കൊടുക്കണം അയാൾക്ക് കറണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇത് കൊള്ളല്ലാതെ എന്താണ്? ബില്ല് അവിടെ തീരും? അവിടെ തീരില്ല. 200 യൂണിറ്റ് ഉപയോഗിച്ച ഒരാൾക്കാണെങ്കിൽ 140 രൂപ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞു കൊടുക്കണം. 201 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് 160 രൂപ ഫിക്സഡ് ചാർജ് കൊടുക്കണം. എന്തിനാണ് ഈ ഫിക്സഡ് ചാർജ്? ഞാൻ മനസ്സിലാക്കുന്നത് ഫിക്സഡ് ചാർജ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അവർക്ക് ഈ മെഷീൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ സിസ്റ്റത്തിന് ഒരു മിനിമം തുക കിട്ടിയാൽ മാത്രമേ ഈ സ്ഥാപനത്തിന് മുതലാകുള്ളൂ. അതുകൊണ്ട് ഒരു ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തുന്നു. ആ ഫിക്സഡ് ചാർജ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ചാർജ് വാങ്ങുക, ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച ചാർജ് വാങ്ങുക. അതായത് ഏതാണ് കൂടുതൽ അതാണ് ശരിക്കും വാങ്ങേണ്ടത്. ഇവിടെ അതിന് പുറമെ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പെർസെൻറ്റേജ് വാങ്ങുന്നുണ്ട്, കൂടുതൽ വാങ്ങുന്നുണ്ട്. മനസ്സിലാക്കണം. അത് 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ 215 235 രൂപ റേറ്റ് മാറുകയും ചെയ്യും. പിന്നെ അതിനെല്ലാം പുറമെയാണ് ഡ്യൂട്ടി അത് ഇത് കള്ളു കുടിക്കാനുള്ളത്, വെള്ളം കുടിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ബില്ലിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ എഴുതുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത് എന്തൊക്കെയാണ്. നമുക്ക് ഭ്രാന്ത് പിടിച്ചു അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. യഥാർത്ഥ കറണ്ട് ബില്ല് എത്രയാണ്, നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എത്രയാണ്. ഇതാണ് 1 യൂണിറ്റിന്റെ വ്യത്യാസം വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 268 രൂപ കൂടുന്നുണ്ട്. വെറും 1 യൂണിറ്റ് ഇല്ല, ഇത് കൂടെ ഉള്ളൂ, കുറയില്ല കേട്ടോ, എമൗണ്ട് കൂടെ ഉള്ളൂ. 268 കോടി രൂപ ഈ ചെറിയ ബില്ല്, ഏറ്റവും ചെറിയ അളവിൽ എല്ലാ മാസവും ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ചിന്തിക്കുക, കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതായത് 500 യൂണിറ്റ് 600 യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കുണ്ടല്ലോ, അവിടെയൊക്കെ ഭീമമായ വർധനയാണ് വരുന്നത്. അതെല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ട് 1000 കോടിയോളം രൂപയെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാത്ത കറണ്ടിനെ അധിക ചാർജായിട്ട് നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ട്, പിടുത്തം വിട്ട് വാങ്ങുന്നുണ്ട്. കൊള്ളയല്ലാതെ പിന്നെന്താണിത്? എന്തിനാണ് ഇങ്ങനെ കൊള്ള വാങ്ങുന്നത്? ശരിക്കും മര്യാദ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, കൊള്ളക്കാരല്ല, ശരി ഞങ്ങൾ മാന്യരാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതിക്ക് ശരി 1440 രൂപ, 1 യൂണിറ്റ് അധിക യൂണിറ്റിന് 8 രൂപ 50 പൈസ കൂടെ കൂട്ടി, അങ്ങനെ ആ തുക അങ്ങോട്ട് കണക്ക് കൂട്ടിയ 1462 രൂപ കണക്ക് കൂട്ടുക. സുഖമാണ്. 1462 രൂപ 50 പൈസ. ഇതൊരു മര്യാദയാണ്. മറ്റേത് കൊള്ളയാണ്. കൊള്ളയടിക്കാൻ വേണ്ടി ഒരു മന്ത്രി എന്ന് പറയുന്നത് നാണക്കേടാണ് നമ്മുടെ ഒരു സംസ്ഥാനത്ത്. ഇവിടെയാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരു നിശ്ചിത യൂണിറ്റ് പരിധി കഴിഞ്ഞാൽ അധികം വരുന്ന യൂണിറ്റുകൾക്ക് മാത്രം ഉയർന്ന നിരക്ക് ഈടാക്കുക എന്നുള്ള സിസ്റ്റം വരണം. ലോകത്ത് എവിടെയും ഇപ്പോൾ ഒരു അനുവർത്തിച്ചു വരുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിലെ കൊള്ളക്കാർക്ക് എന്താണ് നീതി, എന്താണ് അവരുടെ നിയമം? അവർക്ക് തോന്നിയതുപോലെ തന്നെ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ കൊള്ളപ്പണം ഒടുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ വെളിച്ചം കെടുത്തും. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഗുണ്ടകളെ പോലെയാണ് KSEB ജനങ്ങൾക്ക് മേല് ഈ സാമ്പത്തിക ഗുണ്ടായുസം നടപ്പിലാക്കുന്നത്. എല്ലാം സഹിച്ചുകൊണ്ട് ഈ സാമ്പത്തിക ചൂഷണങ്ങൾക്കെല്ലാം നിശബ്ദരായി ഇരയാകാൻ വേണ്ടിയിട്ട്
ഒരു മരവിച്ച മനുഷ്യരായിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ശബ്ദിക്കണ്ടേ, നമുക്ക് ഇറങ്ങണ്ടേ? ഇതിങ്ങനെ പോയാൽ പോരല്ലോ. ഒരു വലിയ മാറ്റത്തിനായി കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ശബ്ദം വരുത്തേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ കൊള്ളകൾക്ക് അടിമയായിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ജനങ്ങൾ പ്രതികരിക്കാതെ ഒരു കാര്യമില്ലാന്ന്. അക്രമവും എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾ ശബ്ദിക്കണം, പ്രതികരിക്കണം. ഇനിയൊരു കോക്രോച്ചിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലും. കാരണം അധികാരികളുടെ പകൽക്കൊള്ളയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വന്നേ പറ്റൂ. കേരളത്തിൽ KSEB എന്ന് പറഞ്ഞ ഒരു വെള്ളാന, ആ വെള്ളാന മാത്രമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് തോന്നിയതുപോലെ അവർ നടത്തും. ഇനിയും വേണം, ഇനിയും മറ്റ് സ്ഥാപനങ്ങൾ വേണം, മറ്റ് സ്വകാര്യ കമ്പനികൾ വേറെ വരട്ടെ. അങ്ങനെ മത്സരങ്ങൾ വരുമ്പോഴാണ് ചാർജ് കുറയുക, എമൗണ്ട് കുറഞ്ഞു വരും. നമുക്കറിയാമല്ലോ, എസ്കോട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം, BPL എന്ന് പറയുന്ന എസ്കോട്ടൽ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് തോന്നിയതുപോലെയായിരുന്നു നമ്മുടെ ബില്ല് വാങ്ങിയിരുന്നത്. BPLന്റെ ആദ്യകാല മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരാളാണ്, എനിക്കറിയാം ബില്ല് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്നാൽ പിന്നീട് BSNL വന്നപ്പോഴല്ലേ കുത്തനെ ഇടിഞ്ഞത്. അവസാനം ജിയോ വന്നപ്പോഴല്ലേ ഇന്റർനെറ്റ് പോലും താഴേക്ക് പോയത്. ഏതാണ്ട് 300 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് 240 രൂപ 300 രൂപയ്ക്ക് റീചാർജ് കഴിഞ്ഞാൽ 1 GB 1.5 GB കൊണ്ട് ഒരു മാസം നമ്മൾ ഉപയോഗിച്ചിരുന്നത് 1.5 GB 2 GB ഒരു ദിവസം എന്ന നിലയിലേക്ക് മാറിയത് ജിയോ വന്നതിന് ശേഷമല്ലേ. അപ്പോൾ മറ്റ് കമ്പനികൾ വരും, മറ്റ് കമ്പനികൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആനുകൂല്യത്തോടെ നിൽക്കാൻ പറ്റും. ഈ KSEB എന്ന് പറഞ്ഞ അവർ നമ്മളെ കൊള്ളയടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയിൽ നിന്ന് വാങ്ങും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ മര്യാദയ്ക്ക് നടത്തണം. ഒന്നുകിൽ ഈ കൊള്ളക്കാരുടെ മന്ത്രിയായിട്ടിരിക്കുന്ന KSEBന്റെ മന്ത്രി രാജിവെച്ചിട്ട് വേറെ വല്ല വകുപ്പും പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊള്ളക്കാരെ നിലനിർത്തണം. ഇത് ശരിയല്ല, ഇത് അനീതിയാണ്. ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. Different angles. Don't forget to subscribe and support this channel.